വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്ക് ഇന്ന് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സെക്കൻഡ് വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോ ആൾജിബ്രൈക് ഫോം അതിനെ ബേസ് ചെയ്താണ്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. എല്ലാവരും നന്നായി പഠിക്കണം. നമുക്ക് തുടങ്ങി. ഇന്ന് സമ്മിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. The sum of n terms. The sum of n terms of an arithmetic sequence. ഞാനിവിടെ എസ് ഷോർട്ട് ഫോം ആയിട്ട് അറിയാമല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് n സ്ക്വയർ പ്ലസ് 2n 1. ഫൈൻഡ് common difference 2 common difference and first term and common difference. Second, find 10th term. Third, find the sum of first 10 terms. ഇവിടെ കോമൺ ഡിഫറൻസ് ആൻഡ് ഫസ്റ്റ് ടേം, പിന്നെ 10th ടേം, പിന്നെ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. ഇവിടെ സം ഓഫ് n ടേംസ് ആണെങ്കിലും ആൾജിബ്രൈക് ഫോം ഇപ്പോൾ 2n + 3 അങ്ങനെ തരുന്ന കേസിലും n-ന് 1 കൊടുത്താൽ നമുക്ക് എപ്പോഴും എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. n = 1. നമുക്ക് ഫസ്റ്റ് ടേം എന്ത് കിട്ടും? x1 = 1 സ്ക്വയർ പ്ലസ് 2 × 1. 1 + 2 = 3. ഇനി നമുക്ക് n-ന് 2 കൊടുക്കുമ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടുന്നത്? സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്. കാരണം ഇവിടെ സം ആണ്. x1 + x2 = 2 സ്ക്വയർ പ്ലസ് 2 × 2. 4 + 4 8. ഇവിടെ x1 നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി അല്ലേ? 3 + x2 8. 8 - 3 5. നമുക്ക് സെക്കൻഡ് ടൈം കിട്ടി, ഫസ്റ്റ് ടൈം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അത് മൈനസ് ചെയ്ത് കോമൺ ഡിഫറൻസ് കിട്ടും. കോമൺ ഡിഫറൻസ് = സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 5 - 3. നമുക്ക് ആൾജിബ്രൈക് ഫോം നോക്കാം. xn x1 + n - 1 × d. x1 നമുക്ക് എത്ര കിട്ടി? 3. n - 1 × 2. 3 + n × 2 2n - 2. that is 2n + 1. കോമൺ ഡിഫറൻസ് n-ൻ്റെ കോഎഫിഷ്യൻ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ എളുപ്പവഴി ചെക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ. n-ൻ്റെ കോഎഫിഷ്യൻ്റ് എപ്പോഴും എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് 2. n-ന് 1 കൊടുത്താൽ നോക്കിയാൽ 2 × 1 2 2 + 1. ഫസ്റ്റ് ടൈം നമുക്ക് 3 കിട്ടും. ഇനി നമുക്ക് 10th ടേം കാണും. ഇതിൽ ഡയറക്റ്റ് കൊടുത്താൽ മതി. 10th ടേം x10 = 2 × 10 + 1 = 21. Sum of first 10 terms. Sum of first 10 terms. നമുക്ക് n-ൻ്റെ സ്ഥാനത്ത് എന്ത് ഡയറക്റ്റ് എന്ത് കൊടുത്താൽ മതി? കാരണം സം ഓഫ് n ടേംസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് സം ഓഫ് 10 ടേംസ് ആണെങ്കിൽ റീപ്ലേസ് n/10. n-ൻ്റെ സ്ഥാനത്ത് 10 കൊടുക്കുക. 100 + 20 = 120. മനസ്സിലായല്ലോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ. Find the sum of first 100 natural numbers. നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാമല്ലോ. 1 2 3 4 എക്സെട്ര. കൗണ്ടിങ് നമ്പേഴ്സ്, നമ്മൾ എണ്ണുന്ന സംഖ്യകൾ.
1 plus 2 plus etc. n. n into n plus 1 by 2. നമുക്ക് ഇവിടെ എന്ത് കൊടുക്കുക 100 എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ് ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സാണ്. എന്നിന് ഏത് കൊടുക്കണം 100. നമ്മൾ ജനറൽ ഫോർമുല എഴുതിയത് 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര 100. ആദ്യം 100 എഴുതുക, പിന്നെ ഒന്ന് കൂട്ടുക. 101 ഡിവൈഡഡ് ബൈ 2 50. 5050. Question number 3. The algebraic form of an arithmetic sequence 4n minus 1. Find common difference and first term. കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് അങ്ങ് എഴുതിയാൽ മതി. ഡി ഈസ് ഈക്വൽ ടു 4. ഫസ്റ്റ് ടേം x1 കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 4 × 1 4, 4 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. സെക്കൻഡ് പാർട്ട്, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്. സെക്കൻഡ് പാർട്ട് ഫൈൻഡ് 20th ടേം. ഫൈൻഡ് 20th term. x20 ഇവിടെ എന്ത് ടേമിൻ്റെ ആൾജിബ്രൈക് ഫോം അല്ലേ? 4 × 20 80 മൈനസ് 1 79. തേർഡ് പാർട്ട്, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്. ഫസ്റ്റ് 20 ടേംസ് എന്ന് പറയുമ്പോൾ ഫോർമുല എന്താ? n/2. 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. x1 പ്ലസ് 20 ടേംസ് ഉള്ളെങ്കിൽ ലാസ്റ്റ് ടേം ഏതായിരിക്കും? 20th ടേം. 20/2 10. ഫസ്റ്റ് ടേം എത്രയാണ്? 3. ലാസ്റ്റ് ടേം 20th ടേം നമുക്ക് എത്ര കിട്ടി? 79. That is 10 into 82. 820. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. Find the sum of all three digit numbers which are multiples of 8. പല നമ്പർ മാറി മാറ്റി മൾട്ടിപ്പിൾസ് ഓഫ് 9, മൾട്ടിപ്പിൾസ് ഓഫ് 7 അല്ലെങ്കിൽ 8 അങ്ങനെ. അപ്പോൾ ഫസ്റ്റിൽ ഇവിടെ ഏത് നമ്പറാണെന്ന് ആദ്യം നോക്കുക. മൾട്ടിപ്പിൾസ് ഓഫ് 8 എന്ന് പറഞ്ഞ് നോക്കുക. ഫസ്റ്റ് എന്തെഴുതാം? കോമൺ ഡിഫറൻസ് ഈസ് 8. ഇവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 9 എന്നായത് നമുക്ക് എന്തെഴുതാം? കോമൺ ഡിഫറൻസ് ഈസ് 9. ഇനി ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? 100. D is equal to 8.
0. ഇവിടെ ഫസ്റ്റ് ടേം കാണാൻ 8 - 4 എത്രയാണ്? 4. അത് നമ്മൾ 100ൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇവിടെ ഫസ്റ്റ് ടേം കാണാൻ, അപ്പോൾ ഇവിടെ 100 നമ്മൾ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ 3 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണ്? 100. നമുക്ക് ഏതിൻ്റെ മൾട്ടിപ്പിളാണ് ചോദിച്ചിരിക്കുന്നത്? 8. നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇവിടെ എത്രയാണ് റിമൈൻഡർ വന്നത്? 4. 8 - 4 എത്ര കിട്ടും? 4. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഇനി ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? 999. 4 × 8 32 വരും അല്ലേ? ഇപ്പോൾ 32 റിമൈൻഡർ എത്ര വരും? 7. ഇപ്പോൾ ലാസ്റ്റ് നമ്പർ കാണാൻ നമുക്ക് വരുന്ന റിമൈൻഡർ ഇവിടെ മൈനസ് ചെയ്ത് റിമൈൻഡർ ഇവിടെ 7 വരും. അപ്പോൾ 992. xn = 992. 39 മൈനസ് ഇവിടെ റിമൈൻഡർ 7 വരും. അപ്പോൾ ഇവിടെ 992. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ 8 ഈ റിമൈൻഡർ മൈനസ് ചെയ്യുക. എന്നിട്ട് അത് കിട്ടുന്ന നമ്പർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ലാസ്റ്റ് നമ്പർ കാണാൻ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പറിൽ നിന്ന് നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി? 7. അത് മൈനസ് ചെയ്യാം. ഇനി കോമൺ ഡിഫറൻസ് 8. നമുക്ക് ആദ്യം n കാണാം. n = 992. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് +1. 110. So sum is equal to n/2. 112 divided by 2 into first term plus last term. (56 into 1096). 61376. ബാക്കി അടുത്ത ക്ലാസ്സിൽ വീഡിയോ ഇടുന്നതാണ്. അതിൽ നമുക്ക് ഇങ്ങനെ റോയൊക്കെ ആയിട്ടുണ്ടല്ലോ, 1 2 3 4 5 6 അങ്ങനെ നമുക്ക് കൂടുതൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് 5 മാർക്സിനൊക്കെ. അപ്പോൾ ആ മോഡൽ ഒരു 2 ക്വസ്റ്റ്യൻ, അത് പല കുട്ടികൾക്കും പൊതുവെ പ്രയാസമാണെന്ന് എന്നോട് പറയാറുണ്ട്. അപ്പോൾ ആ മോഡലിടാം. അങ്ങനെ ഒരു വീഡിയോയും കൂടെ ഞാൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. ഓക്കെ, താങ്ക് യു.